അവളെ ശ്രീനിവാസ് കണ്ട അതിലും വലിയ കുഴപ്പാ. എനിക്കെന്റെ മോളുടെ അടുത്ത് പോണം സിനി. എനിക്കെന്റെ മോളുടെ അടുത്ത് പോയേ പറ്റൂ. നമ്മളിപ്പോ എങ്ങോട്ടാ പോവാമേ? ഗാഥാമ്മയുടെ എവിടെ എത്തി എങ്ങോട്ടാ പോയെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇതിപ്പോ ആ കൃഷ്ണ പറയുന്ന ഐഡിയക്ക് നേരിട്ട് വരയ്ക്കായിരുന്നേ. ഏയ് എനിക്ക് നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും പിടികിട്ടിയില്ല. അതിന് കൃഷ്ണയോ വരച്ച ആളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലടോ. എത്ര കാലമായി താൻ എൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെയും പ്രത്യേകിച്ച് എന്തെങ്കിലും തനിക്ക് വേർതിരിച്ചറിവുണ്ടോ? ഒരു നല്ല കാര്യം പറഞ്ഞപ്പോ ഞാനിപ്പോ പൊട്ടണേ. എന്റെ സാറേ, ആ കൊച്ചിന് നല്ല ഐഡിയ ഉള്ളതാ. ആവശ്യം നമ്മളതല്ലേ. അപ്പൊ കാര്യങ്ങൾ കൃത്യമാണോന്ന് നോക്കേണ്ടത് നമ്മളല്ലേ ബിസിനസ്സുകാര്. ആ, താൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. അത്യാവശ്യത്തിന് ചില തിരുത്തൽ അതിനകത്തുണ്ട്. ഓ, സാറ് പറയുമ്പോ അത് ഓക്കെയാ. ഞാൻ പറയുമ്പോ ബുദ്ധിയില്ലായ്മ. വീട്ടടോ. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ നാടിന്റെ അറ്റ്മോസ്ഫിയർ അനുസരിച്ചിട്ട് വേണം ഇനിയുള്ള തിരുത്തലുകൾ പറയാൻ. പ്രത്യേകിച്ച് വെള്ളം, വായു, ഊർജം, അതിൻ്റെയൊക്കെ ലഭ്യത, അതിനനുസരിച്ചുള്ളൊരു മാറ്റം, അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനങ്ങോട്ട് പോകണ്ടേ? അതെ. ഇനി ഇപ്പം തന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഐഡിയയിലെത്താനൊന്നും പറ്റത്തില്ല. കൃഷ്ണയെ നേരിട്ട് തന്നെ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐഡിയ കൊള്ളാം സാറേ. പക്ഷേ ഇന്ന് എനിക്ക് വൈകുന്നേരം കോർപ്പറേഷൻ ഓഫീസിൽ ജോലിയുണ്ട്. ഓ, താനപ്പം എൻഗേജ്ഡ് ആണല്ലേ? എടോ, എന്നാ പിന്നെ വേറൊരു ഐഡിയ ചെയ്താലോ? എന്താ സാറേ? ഗാഥ പ്ലാൻ വരയ്ക്കുന്നതിൽ മിടുക്കിയ, ഐഡിയ പറയുന്നതിൽ കൃഷ്ണൻ, അവരെ രണ്ടുപേരെയും നമുക്കൊന്ന് മീറ്റ് ചെയ്യിപ്പിച്ചാലോ? സൂപ്പർ ഐഡിയ സാറേ. ഒരാൾ പറയുന്നു, അതിനനുസരിച്ച് മറ്റേ ആൾ വരയ്ക്കുന്നു. കിടുക്കും. അത് മാത്രമല്ല, ഗാഥയുടെയും കൃഷ്ണയുടെയും ടേസ്റ്റുകളും ഏകദേശം ഒരേപോലെ തന്നെ. രണ്ടുപേരെയും തമ്മിലൊന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്കത് പ്രയോജനമുണ്ട്. ബിസിനസ് പരമായിട്ട് പ്രയോജനം ഉണ്ടാവും. പക്ഷേ പൊതുവെ സ്വന്തം ഭാര്യയെ മറ്റു അന്യ സ്ത്രീകളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് അത്ര നല്ലതല്ലേ സാറേ? എന്നിട്ടെന്താ, ഈ നാട്ടിലെ ഭാര്യമാരൊന്നും വേറെ ആരെയും പരിചയപ്പെടുന്നില്ലേ? ഓ, എന്റെ പൊന്നു സാറേ, ജീവിതത്തിൽ കണ്ട അനുഭവങ്ങൾ വെച്ച് പറഞ്ഞതാണേ. അല്ലാതെ ഗാഥാമഠം പോയി കൃഷ്ണനെ കാണുന്നതിന് എനിക്കെന്നാ പ്രശ്നം? എന്തായാലും ഈ പ്രോജക്റ്റിന്റെ കാര്യത്തില് ഗാഥയും കൃഷ്ണയും തമ്മിൽ കാണുന്നത് നല്ലതാ. ഞാൻ ഗാഥയുടെ ആദ്യം കാര്യം ഒന്ന് പറയട്ടെ, എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയേക്കാം. സത്യം പറഞ്ഞാല് എല്ലാരും കൂടിയുള്ള യാത്ര എന്ന് പറഞ്ഞപ്പോ എനിക്കും കൂടെ വരണമെന്നുണ്ടായിരുന്നു സാറേ. താനുണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. താനും ആ മോളിക്കുട്ടി തമ്മിലുള്ള മത്സരവും വഴക്കൊക്കെ കാണാലോ. അയ്യോ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നോ? എങ്കിൽ തൽക്കാലം ആ മോളിക്കുട്ടിയുടെ മുന്നിലേക്ക് ഞാനില്ല. ഇപ്പോഴേ സാറ് ഗാഥാമഠത്തെ കൂട്ടി കൃഷ്ണനെ കാണാൻ പോയാൽ മതി. പിന്നെ മോളിക്കുട്ടിയോട് എന്നെ അന്വേഷണം ഒന്ന് പറഞ്ഞേക്ക് സാറേ. അവളെ തനിക്ക് ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ അന്വേഷണം പറയുന്നത്? ഞാൻ അവളെ പേടിച്ചൊതുങ്ങിയാണെന്ന് അവൾക്ക് തോന്നണ്ടല്ലോ, അതുകൊണ്ടാ. അപ്പൊ ഞങ്ങൾ എന്തായാലും പോകാൻ തീരുമാനിച്ചു. ഗാഥയും കൃഷ്ണയും തമ്മിൽ കാണട്ടെ. സിനി, അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല. അവള് കൃഷ്ണനെ കണ്ട കുഴപ്പാ. അവളെ ശ്രീനിവാസ് കണ്ട അതിലും വലിയ കുഴപ്പാ. എനിക്കെന്റെ മോളുടെ അടുത്ത് പോണം സിനി. എനിക്കെന്റെ മോളുടെ അടുത്ത് പോയേ പറ്റൂ. നമ്മളിപ്പോ എങ്ങോട്ടാ പോവാമേ? ഗാഥാമ്മയുടെ എവിടെ എത്തി എങ്ങോട്ടാ പോയെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഒരു വാക്ക് അവൾ എന്നോട് പറഞ്ഞതെങ്കിൽ ഞാൻ ഒരിക്കലും വിടില്ലായിരുന്നു.